യുക്രൈൻ നഗരങ്ങളിൽ ചൊവ്വാഴ്ച പുലർച്ചെ കനത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യൻ സൈന്യം. കിയവ്, ഡിനിപ്രോ, ഖാർക്കിവ് എന്നിവയുൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ നടന്ന ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. റഷ്യ വൻതോതിലുള്ള ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി ദിവസങ്ങളായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. കിഴക്കൻ യുക്രൈനിലെ ഡിനിപ്രോയിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക ഗവർണർ ടെലഗ്രാമിൽ അറിയിച്ചു. പരിക്കേറ്റ എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ഇവരുടെ നില ഗുരുതരമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. തകർന്ന റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെയും കത്തിനശിച്ച വാഹനങ്ങളുടെയും തകർന്ന കുട്ടികളുടെ കളിക്കളത്തിന്റെയും ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. തലസ്ഥാനമായ കീവിൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 29 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി കീവ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ മേധാവിയും വ്യക്തമാക്കി. കീവ് മേയർ പറയുന്നത് പ്രകാരം 24 നിലകളുള്ള ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തിൽ കെട്ടിടം തകർന്നു. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് 9 നിലകളുള്ള ഒരു അപ്പാർട്ട്മെന്റ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള മറ്റ് കെട്ടിടങ്ങൾക്ക് തീപിടിച്ചതായും മേയർ അറിയിച്ചു. ഓബലോൺ ജില്ലയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് കാറുകൾക്ക് തീപിടിച്ചതായും ഒരു കിൻഡർ ഗാർഡന് സമീപം ഉൾപ്പെടെ 2 ഇടങ്ങളിൽ തുറസായ സ്ഥലങ്ങളിലും തീപിടുത്തമുണ്ടായിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെ രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വ്യോമാക്രമണ മുന്നറിയിപ്പ് മുഴങ്ങിയതിനെ തുടർന്ന് കീവിലെ ആയിരക്കണക്കിന് താമസക്കാർ മെട്രോ സ്റ്റേഷനുകളിലും മറ്റ് അഭയ കേന്ദ്രങ്ങളിലും അഭയം പ്രാപിച്ചതായി ദൃക്സാക്ഷികൾ വിവരിക്കുന്നു. വലിയ തോതിലുള്ള ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തിങ്കളാഴ്ച ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ അതീവ ശ്രദ്ധയോടെ വീക്ഷിക്കാനും ജനങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. റഷ്യൻ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. ഒരു വൻ ആക്രമണത്തിന് സാധ്യതയുമുണ്ട്. അവർ അതിനായി തയ്യാറെടുത്തിട്ടുണ്ടെന്നാണ് സെലൻസ്കി തന്റെ രാത്രികാല വീഡിയോ സന്ദേശത്തിൽ ജനങ്ങളുമായി മുന്നറിയിപ്പ് പങ്കുവച്ചത്. യുക്രൈൻ സൈന്യവുമായി ബന്ധപ്പെട്ട കീവിലെ ലക്ഷ്യസ്ഥാനങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിലും വ്യവസ്ഥാപിത ആക്രമണങ്ങൾ നടത്താൻ തങ്ങൾ ഉദ്ദേശിക്കുന്നതായി റഷ്യ കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിദേശികളോട് രാജ്യം വിടാനും റഷ്യ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാസം റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള യുക്രൈനിലെ ലുഹാൻസ്ക് മേഖലയിൽ ഒരു ഡോമിറ്ററിക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ ആക്രമണമെന്ന് റഷ്യ പറഞ്ഞു. ആ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ആക്രമണം നടത്തിയത് തങ്ങളാണെന്ന വാദം യുക്രൈൻ നിഷേധിച്ചിട്ടുമുണ്ട്. അതേസമയം റഷ്യയിൽ യുക്രൈൻ ആക്രമണം കടുപ്പിച്ചതോടെ വിമാന ഇന്ധനങ്ങളുടെ കയറ്റുമതി താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ് റഷ്യ. നവംബർ അവസാനം വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സമീപ ആഴ്ചകളിൽ റഷ്യൻ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ യുക്രൈൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റഷ്യയിലെ യുറൽസ് വരെയുള്ള വിദൂര പ്രദേശങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ പോലും യുക്രൈൻ വിജയകരമായ ആക്രമണവും നടത്തിയിരുന്നു. ആഭ്യന്തര ഇന്ധന വിപണിയിലെ സ്ഥിരത ഉറപ്പാക്കാനാണ് വിമാന ഇന്ധന കയറ്റുമതിക്ക് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയതെന്ന് റഷ്യൻ സർക്കാർ അറിയിച്ചു. അന്തർ സർക്കാർ കരാറുകളുടെ ഭാഗമായുള്ള ഇന്ധന കയറ്റുമതിയെ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണവാതക ഉൽപാദക രാജ്യങ്ങളിലൊന്നായ റഷ്യ യുദ്ധസമ്മർദ്ദത്തെ തുടർന്ന് നേരത്തെ വാഹന ഇന്ധനങ്ങളുടെ കയറ്റുമതിക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾ പലയിടത്തും വൻ തീപിടുത്തത്തിന് കാരണമാകുന്നുണ്ട് എങ്കിലും റഷ്യൻ ഇന്ധന വിപണിയിൽ ഇതുണ്ടാക്കിയ ആഘാതം എത്രത്തോളമെന്ന് കൃത്യമായി വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ല. റഷ്യയുടെ ഭാഗത്തു നിന്ന് ദിവസേന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സായ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ യുക്രൈൻ തിരിച്ചടി ശക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.